എല്ലാ മലയാള കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ നാളായി ആലോചിക്കുന്നു ഒരു ഡേ ഇൻ ദ ലൈഫ് ഇൻ കാനഡ ചെയ്യണമെന്ന്. പക്ഷേ കുറേ കാരണങ്ങളുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു വന്ന പിന്നെ ഇപ്പം സമയം 4 മണിയായി, ഒരു ദിവസത്തെ പകുതി കഴിഞ്ഞു. അപ്പം ഇന്ന് പകുതി മുതൽ നാളെ മുഴുവനായിട്ടും കാണിച്ചാൽ അപ്പം ഒരു 1.5 ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വെച്ചു. സോ ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസം ഞാൻ അവധിയായിരുന്നു. അപ്പോൾ കുറേ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. റൂം മൊത്തം അലങ്കോലമായി കിടക്കുവാണ്. അപ്പം ഇതെല്ലാം വൃത്തിയാക്കണം, ലോണ്ട്രി ചെയ്യണം. പിന്നെ എൻ്റെ മുടിയൊക്കെ വളർന്ന് പന്തലിച്ചു. അപ്പം പോയി മുടി വെട്ടണം, കാർ വാഷ് ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞ് ജിമ്മിൽ പോകാനുണ്ട്. ഇതെല്ലാം നടക്കുമെന്നറിയില്ല. പക്ഷേ ഈ കാര്യങ്ങളും പിന്നെ നാളെ ജോലിക്ക് പോകുന്ന കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു 1.5 ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് പരിപാടി ലോണ്ട്രി ചെയ്യാനാണ്. അപ്പം ഇത് മൊത്തം ചെയ്യാനുണ്ട്. അതുകൂടാതെ അതും ചെയ്യാനുണ്ട്. പിന്നെ ബാക്കി ഇതിനകത്ത് കിടക്കുന്നതൊക്കെ മാറ്റിയിട്ട് എല്ലാം ലോണ്ട്രി ചെയ്യാൻ കയറ്റണം. ഇന്ന് അമ്മ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ ലോണ്ട്രിക്ക് അവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? സോപ്പ് പൊടിയാണോ അതോ നിങ്ങൾ കംഫർട്ടാണോ ഉപയോഗിക്കുന്നത്? കംഫർട്ടാണോ ഉപയോഗിക്കുന്നത് അതോ എന്താ ഡൗണിയാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഈ ടൈഡ് പോട്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം അമ്മ ഗൾഫിലാണല്ലോ, അവിടെയൊന്നും ഇത് ഇങ്ങനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ അപ്പം അമ്മ നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഈ സാധനം നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ കാനഡയിലും യു കെയിലൊക്കെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഇപ്പം നാട്ടിൽ എനിക്ക് ഈ സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് പോട്ട്സ് പോലെയാണ്. അത് ചെറിയൊരു സാധനമാണ്. ആ സാധനം ഇട്ടാൽ മതി. അത് വെള്ളത്തിൽ അരിഞ്ഞ് ചേർന്ന് നമുക്ക് സോപ്പും പിന്നെ തുണികൾക്ക് വേണ്ടുന്ന മണമൊക്കെ അതിൽ നിന്ന് കിട്ടിക്കോളും. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് കേട്ടോ. ഇത് കണ്ടിട്ടുണ്ടല്ലോ, ഒരു കമൻറ്റിൽ പറയാം കേട്ടോ. എന്താ ഇവിടെ എന്തോ കരിഞ്ഞല്ലോ? അയ്യോ അഫീഫ്, കരിയുന്നു. അഫീഫ് ഇവിടെ ബീഫ് ഉണ്ടാക്കുന്നു. ഗൈസ്, നമുക്ക് ഇന്നത്തെ രാത്രി ഫുഡ് അഫീഫാണ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അഫീഫിൻ്റെ എന്താ ബീഫ് എന്ത് കറിയാ? ഓടിച്ചതോ? അല്ല, ഹിമാലയൻ കറിയാണ് അഫീഫ് ഉണ്ടാക്കുന്നത്. നമുക്ക് ബാക്ക് ടു ലോണ്ട്രിയിലേക്ക് പോവാം. ഗൈസ്, നമ്മുടെ ഇവിടുത്തെ ഈ കാർപ്പറ്റ് കണ്ടോ? ഈ ഹാള് ഇപ്പം ഞങ്ങൾ പുറത്തുനിന്ന് ആളെ വിളിച്ച് ഇത് വൃത്തിയാക്കിച്ചിട്ടേ ഉള്ളൂ. $237 ഈ കാർപ്പറ്റ് വന്ന് ക്ലീൻ ചെയ്ത് തരാൻ വേണ്ടി. കുറേ കറയൊക്കെ ഉണ്ടായിരുന്നു, കുറേയൊക്കെ പോയി. പക്ഷെ എന്നാലും ഇപ്പോഴും കുറേ കറയൊക്കെ ഉണ്ട്. അയാളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുന്നതാണ് അയാൾ പറഞ്ഞത്. പക്ഷേ വലിയ സെറ്റപ്പൊന്നും അത് ചെയ്തിട്ടില്ല. അപ്പം ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ. വലിയ വാഷിംഗ് മെഷീൻ കേട്ടോ. കാരണം നമ്മൾ ഇവിടെ പൊതുവെ വീടുകളിലൊക്കെ ഉള്ള വാഷിംഗ് മെഷീനുകളൊക്കെ വലിയ വാഷിംഗ് മെഷീനാണ്. ഇപ്പം നല്ല സാമാന്യം ക്വാണ്ടിറ്റി അതിനകത്ത് കൊള്ളും കേട്ടോ. എത്ര ലിറ്റർ ആണെന്നൊന്നും എനിക്കറിയില്ല, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും അടിപൊളി വാഷിംഗ് മെഷീനാണ്. അപ്പോൾ നമ്മൾ ലോണ്ട്രി ഒക്കെ ചെയ്യാൻ വേണ്ടി ഇട്ടു. ഇനി നമ്മൾ നേരെ പോകുന്നത് മുടി വെട്ടാൻ വേണ്ടിയാണ്. ഇവിടെ ഇതിപ്പോൾ സമയം 5 മണിയായിട്ടുള്ളൂ കേട്ടോ. 5 മണിയായിട്ടും ഇരുളാൻ തുടങ്ങി. അല്ലേ തന്നെ ഇന്ന് നല്ല മൂടിയ കാലാവസ്ഥയുള്ള ദിവസമായിരുന്നു. അപ്പം ഇരുണ്ട് വരുന്നുണ്ട്. അപ്പം എന്തായാലും മഴ തുടങ്ങിയിട്ടുമുണ്ട്. അപ്പം ഇന്ന് രാത്രി മഴയായിരിക്കും. സോ അപ്പം മുടി വെട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് കാർ വാഷിന് പോകണം. പക്ഷേ കാർ വാഷ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വാക്യൂമും കാർ വാഷൊക്കെ ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇന്ന് ചെയ്യും കേട്ടോ. അതപ്പം നമുക്ക് മുടി വെട്ടാൻ വേണ്ടി പോവാം. അപ്പോൾ ഗൈസ്, മുടി വെട്ടി കഴിഞ്ഞു. എങ്ങനെയുണ്ട്? അവിടുന്ന് കുറച്ച് ടൈം ലാപ്സ് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ഇനി പരിപാടി എന്ന് വെച്ചാൽ വണ്ടി കഴുകണം. 6:30 സമയം. അപ്പം വണ്ടി കഴിയുന്നതിന് പിന്നെ ഞാൻ എന്തെങ്കിലും ചെറുതായിട്ടൊരു ഇവിടെ ഒരു സ്നാക്സ് പോലത്തെ സംഭവം, ഒരു അറബിക്കടയുണ്ട്. ഇവിടെ ഒരു പൈക്കട എന്ന് പറയുന്നത്, ചിക്കൻ പൈയും സാധനങ്ങളൊക്കെ കിട്ടുന്ന, അതിനെന്താ പറയുന്നത്, ഇവിടെ ഒരു സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. വെജിറ്റേറിയൻ ആണ്. അപ്പം അവിടുന്ന് ഒരു പൈയും മേടിച്ച് നമുക്ക് വണ്ടി കഴുകുന്നിടത്തേക്ക് പോവാം. ഓക്കെ, ബസ് പൈ കിട്ടിയിരിക്കുകയാണ്. ശരിക്കും ഒരു പിക്സൊക്കെ പോലത്തെ ഒരു സംഭവം കേട്ടോ. ഇതിന് ഒരു $4-4.5 ഉള്ളൂ. അപ്പം വലിയ ഹെൽത്തി ഒന്നുമല്ല. ഇതിനകത്തുള്ളത് മിൻസ്ഡ് ബീഫും പിന്നെ ചീസും ആണുള്ളത്. പിന്നെ കുറച്ച് എരിവിന് വേണ്ടി ഒരു സ്പൈസ് മിക്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. $4.5 ഉള്ളൂ. അതുകൊണ്ട് ഇടയ്ക്ക് വിശക്കുമ്പോൾ സ്നാക്കൊക്കെ ആയിട്ട് ഞാൻ ഇതിൽ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ കഴിച്ച് നമ്മൾ
കാർ വാഷ് ചെയ്യുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് കാർ വാഷിൻ്റെ മെമ്പർഷിപ്പ് കാർഡ്. ഈ കാർഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇത് ഓട്ടോമാറ്റിക് കാർ വാഷാണ്. അപ്പം കാർ വാഷ് ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. കാർ വാഷ് താനെ നടന്നോളും. നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചു തരുന്നതാണ്. വൺ മൊമെൻറ്റ് പ്ലീസ്. കാണിച്ചു. ഡോറ് തുറന്നു. സാധനം ഇവിടെ വെക്കട്ടെ. എൻ്റെ ബെൽറ്റ് കട്ടെ. അത് ഈ ഡ്രൈവ് ചെയ്ത് അകത്തോട്ട് പോവാം. ഡ്രൈവ് ചെയ്ത് അകത്തോട്ട് പോകുമ്പോൾ തന്നെ അണ്ടർ കോട്ടിങ്ങിൽ, അതായത് ഇവിടെ പൊതുവേ വിൻ്ററിനൊക്കെ ഉപ്പൊക്കെ ഉണ്ടാവില്ലേ, അത് കളയാൻ വേണ്ടി അടിയിൽ നിന്ന് വെള്ളം അടിക്കുന്നുണ്ട് അവർ. അതിനു വേണ്ടിയാണ് മെയിനായിട്ട് ഇവിടെ നമ്മൾ കാർ വാഷ് ചെയ്യാൻ നേരത്തെ ചെയ്യുന്നത്. അണ്ടർ കോട്ടിങ്ങിലുള്ള അതായത് വണ്ടീൻ്റെ അടിയിലുള്ള ഇത് പോകാൻ വേണ്ടി, ഉപ്പ് പോകാൻ വേണ്ടി. ഇനിയിപ്പോൾ ഞാൻ സംസാരിച്ച ഒന്നും കേൾക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടുത്തെ 2 വീഡിയോ കാണിക്കാം. അപ്പം വണ്ടി സ്കാൻ ചെയ്തവർ അത് കഴിഞ്ഞ് വണ്ടീൻ്റെ ലെങ്ത് അനുസരിച്ച് അവർ സാധനമൊക്കെ അടിച്ച് കണ്ടോ. ഇത് പ്രീ സോക്കാന്ന് തോന്നുന്നു. പ്രീ സോക്ക് ഇടും, അത് കഴിഞ്ഞ് സോപ്പ് ഇടും, പിന്നെ വാക്സ് അടിക്കും, പിന്നെ ഇത് റെയിൻ പ്രൊട്ടക്ഷൻ എന്തോ സാധനം അടിക്കും. റെയിൻ ആൻഡ് ഐസ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞ് എന്തൊരു കോട്ടിംഗ് ഒക്കെ അടിക്കും. ഇതൊന്നും വലിയ കഥയൊന്നുമില്ല. പക്ഷേ വണ്ടി സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ തുരുമ്പടിക്കാതെ നമുക്ക് സൂക്ഷിക്കണേ. പ്രത്യേകിച്ച് പുതിയ വണ്ടി, നല്ല വണ്ടികൾ മേടിക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വാഷ് ചെയ്യണം. പ്രത്യേകിച്ച് വിൻ്റർ ടൈമിൽ എന്തായാലും വാഷ് ചെയ്യണം. കാരണം എല്ലാം ഉപ്പിരുന്നിരുന്നിരുന്ന് വണ്ടി തുരുമ്പടിച്ച് വണ്ടി മൊത്തം അലങ്കോലമാവും. അപ്പം വണ്ടിയുടെ വില ഇടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാഷ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ എടുത്തേക്കുന്നത് 7 പേരുടെ ഇടയിൽ ഞങ്ങൾ ഷെയർ ചെയ്തെടുത്തേക്കുന്ന 90 ദിവസത്തേക്ക് $240 എങ്ങാണ്ടാണ്. അപ്പോൾ എൻ്റെ ദിവസം ചൊവ്വാഴ്ച. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ വന്ന് കാർ വാഷ് ചെയ്യും, പിന്നെ വാക്യൂമും ചെയ്യും കേട്ടോ. അപ്പോൾ കാർ വാഷ് കഴിഞ്ഞു. വണ്ടി ഇപ്പോൾ ഉണക്കിക്കൊണ്ടിരിക്കുവാണ്. കണ്ടോ ഇവിടെ ഉണക്കുന്ന ശക്തിയുള്ള ബ്ലോവേഴ്സ് ഉണ്ട്. ഈ ഉണക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഉണക്കിയ വണ്ടി പിന്നെ പുറത്തോട്ട് ഇറക്കുമ്പോൾ പിന്നെ നനയും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കാർ വാഷ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഉള്ളത് വാൾമാർട്ടിലാണ്. വാൾമാർട്ടിലല്ലേ കുറച്ച് സാധനം വാങ്ങാൻ വന്നിട്ടുള്ള ഒടുക്കത്തെ മഴ കേട്ടോ. അപ്പോൾ ഗയ്സ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് മേടിച്ചേക്കുന്ന. കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്കുണ്ട്, കുറച്ച് സാധനങ്ങൾ എനിക്കുണ്ട്. ഇന്ന് നമുക്ക് ആയിരിക്കുന്ന ബില്ല് ഇരുട്ടതുകൊണ്ട് കാണാൻ പറ്റത്തില്ല, $48 അയക്കുന്നത്. അപ്പോൾ ഗയ്സ് നമ്മൾ കാനഡയിൽ ജിമ്മിൽ കയറുന്നത്, ഇവിടുത്തെ ജിമ്മിൽ കയറുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് കയറുന്നത് കേട്ടോ. എവിടെ എൻ്റെ ഗസ്റ്റ് ഡൊമിനിക്ക് എവിടെ? ഓക്കെ, അപ്പോൾ നമുക്ക് പോയി സ്കാൻ ചെയ്യാം. പോ. നോക്കൂ. ഗൈസ് അങ്ങനെ നമ്മൾ വിങ്സും പൈസും ബാക്കിയടി നിർത്തല്. ക്യാമറ ഒന്നും മാറ്റില്ല. അടി പതിയടി. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വിങ്സ് ബാക്കും ബൈസുമാണ്. ഏകദേശം വർക്കൗട്ടൊക്കെ തീരാറായി. വർക്കൗട്ട് തീർന്നു കഴിഞ്ഞാൽ ജോയിൽ വരുന്നുണ്ട്. ജോയിലിനെ പിക്ക് ചെയ്ത് നമ്മൾ വീട്ടിൽ പോയി ബീഫും ചോറും തരുന്നതാണ് കേട്ടോ. അതാണ് ഇന്നത്തെ ദിവസം. ആണ് ഇന്നത്തെ പമ്പ് കണ്ടോ? പമ്പ് മാത്രമേ ഉള്ളൂ. എനിക്ക് പമ്പ് കാണിച്ചേ. ഇതാണ് നമ്മുടെ ജിമ്മ് കേട്ടോ. അങ്ങോട്ടൊക്കെ ഉണ്ട്. വലിയ ജിമ്മാട്ടോ, നൈസ് ജിമ്മാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഡെയിലി വ്ളോഗ്സും വീഡിയോസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ വീഡിയോസ്.
അപ്പോൾ ഇവിടെ കാണാൻ സമയമില്ലാത്തവർ അവിടെ പോയി കാണുക. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതിനകത്ത് ഞങ്ങൾ പോകുന്ന ട്രാവലും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകളായിട്ട് ഇടുന്നുണ്ട്. ഇപ്പോൾ കാനഡ ലൈഫൊക്കെ കാണാം. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇവനെ ഫോളോ ചെയ്യണ്ട. എടാ നിൻ്റെ ഒരു വീഡിയോ തരുമോ? അപ്പോൾ ഗൈസ് നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. ഹൗസ് വർക്കൗട്ട് ഡൊമിനിക് പൊളി. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കുന്നു. അഫീഫ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതന്നെ അവിടെ എണ്ണക്കറിയോ? അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. അതാണ് ഇന്നത്തെ അജണ്ട. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിയാറായി ഏകദേശം. സോ ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അടുത്ത് ഇപ്പം രാത്രി 12 മണിയായിരിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് പണി. അപ്പം ഇപ്പോൾ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പം നല്ലൊരു ദിവസമായിരുന്നു. അപ്പം നാളെ എണീറ്റിട്ട് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കാം. നാളത്തെ പരിപാടികളൊക്കെ എന്തൊക്കെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ്. അപ്പോൾ നാളെ രാവിലെ എണീറ്റ് കാണാം കേട്ടോ. ബൈ. Hey Google, turn off my lights. Hey guys, good morning. അങ്ങനെ ഞാൻ എണീറ്റിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മോർണിംഗ് വ്യൂ. ഇലയൊക്കെ പൊഴിഞ്ഞ് നിലത്ത് കിടക്കുന്നതാണ്. ആക്ച്വലി ഇപ്പോൾ രാവിലെ 10 മണിയായി. ഞാൻ കിടക്കാൻ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ജിമ്മിലൊക്കെ പോയി എൻ്റെ ക്ഷീണത്തിൽ നന്നായിട്ട് ഉറങ്ങി. 2 മണിക്കാണ് പണി. അതിന് മുന്നേ ഇന്ന് രാത്രിയിലത്തെ ഫുഡ് ഞാനാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഫുഡ് കുക്ക് ചെയ്യാണ്ട് അപ്പോൾ ഫുഡ് കുക്ക് ചെയ്ത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ പണിയിലേക്ക് പോകണം. അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങാം. ലെറ്റ്സ് ഗോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിന് വീഡിയോയ്ക്കകത്താടാ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുന്നത് ഹാഷ് ബ്രൗൺസ് ആണ് കഴിക്കുന്നത്. ഹാഷ് ബ്രൗൺസും ഇതാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ചോറ് വെക്കാം, ഒരു ചായ വെക്കണം രാവിലെ എന്നൊക്കെ വെച്ചിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ടൈം ലാപ്സ് മോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കി. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് മധുരമല്ല, സ്റ്റീവിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർ എക്സ്പോഷർ അപ്പോൾ ഒന്നും കാണത്തില്ല. സ്റ്റീവിയ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ സ്വീറ്റ്നറാണ്. അതൊരു ഇലയാണത്. അപ്പം നമുക്ക് നമ്മുടെ ഷുഗർ ലെവലൊന്നും ഹൈക്കാവില്ല അത് കഴിച്ചാൽ കേട്ടോ. നമ്മൾ അടിച്ച് ചായ ഉണ്ടാക്കാൻ പോകണം. ഇത് ചായ ഉണ്ടാക്കി നല്ല ഏലക്കയിട്ട ചായയാണ്. അപ്പം നമ്മുടെ മൊത്തം ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. കണ്ടോ, പാർലേജി ബിസ്ക്കറ്റും വെച്ച്. നീ എടുക്കടാ, വേണ്ടേ? ഡയറ്റിലാണോ? എടാ മധുരം ഉണ്ടോ സ്റ്റീവി ഇട്ടിട്ട്? ഇതാണ് നമ്മുടെ ചായ. ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. ഈ പുള്ളിക്കാരുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നോക്കണേ. റോബിക്ക ടെക് ചെയ്യുന്നവർ 600 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളൂ. പക്ഷേ നല്ല വീഡിയോ, നല്ല രസമാണ് കണ്ടിരിക്കുക. ഞാൻ ഈ ഇടയ്ക്ക് കണ്ടതാണ്. കാനഡയുള്ള പുള്ളിക്ക് സിറ്റിസൺഷിപ്പൊക്കെ ഉണ്ട്. നല്ല രസമാണ്. പുള്ളി അവിടെ ഇങ്ങോട്ടൊക്കെ പോകുന്നതും എയർ കാനഡയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ ആ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പ്രൊമോഷൻ, പുള്ളിക്കൊരു പ്രൊമോഷൻ ഇരിക്കട്ടെ. എനിക്ക് 1 ലക്ഷം രൂപ തന്നു. അപ്പോൾ ഗൈസ് കണ്ടോ വണ്ടീൻ്റെ ഇടയിലും അടിയിലും എല്ലായിടത്തും ഈ ഇലയാണ്. അപ്പോൾ ഗൈസ് ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഇപ്പം സമയം 1:30 ആയിരിക്കുകയാണ്. 1:30 അല്ല, 1:40 ശിഷ്ടമായി, 1:43 അപ്പം ജോലിക്ക് കയറണം.
ഇച്ചിരി ലേറ്റായി. കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു, ഫുഡൊക്കെ എടുത്ത് വെച്ച് ഇന്ന് നാളത്തേക്കും വേണ്ടിയുള്ള സംഭവം കുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ കോമൺ കുക്കിംഗ് ആണ് ഇപ്പം. അതായത് എനിക്ക് ആഴ്ച 1-2 ദിവസം കുക്ക് ചെയ്താൽ മതി, ബാക്കി ദിവസം ഫുഡ് ഉണ്ടാവും വീട്ടിൽ. അപ്പം നമ്മൾ രാത്രിത്തേക്ക് മാത്രമേ കുക്ക് ചെയ്യാറുള്ളൂ പൊതുവേ. പിന്നെ ചോറ് അധികം ഇടും. രാവിലെ ആർക്ക് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കണേ അവരുണ്ടാക്കി കഴിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിൽ കുക്കിംഗ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ കുക്കിംഗ് എൻ്റെ കഴിഞ്ഞു. അപ്പം 2 ദിവസത്തേക്ക് ഫുഡാക്കി വെച്ചിട്ടുണ്ട്, കറിയാക്കി വെച്ചിട്ടുണ്ട്, സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിട്ടിപ്പം കുളിച്ചു നേരെ ജോലിക്ക് പോകുന്നു. ജോലിക്ക് പോകാൻ ചിലപ്പോൾ ട്രാഫിക് കൊണ്ട് ഇച്ചിരി ലേറ്റ് ആവും. എൻ്റെ മുന്നിലുള്ള വണ്ടിയാണെങ്കിൽ ഇങ്ങനെ പതിയെയാണ് പോകുന്നത്. പക്ഷെ ഞാൻ സേഫായിട്ടേ പോകത്തുള്ളൂ, ഒരുപാട് സ്പീഡൊന്നും എടുത്ത് പോകാറില്ല. Veggie stir fry and a kilogram dark meat. ഗൈസ്, അപ്പോൾ അങ്ങനെ നീണ്ട ഒരു 9 മണിക്കൂറത്തെ ഷിഫ്റ്റിന് ശേഷം ഞാൻ പണിയിൽ നിന്ന് ഇറങ്ങി. അപ്പം ഇനി നേരെ പോകുന്നത് സമയം 10:45. ഞാൻ ലേറ്റ് ഓൾറെഡി 11 മണിക്ക് ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ട്. അപ്പോൾ ആ ഫുട്ബോൾ മാച്ചിന് പോകണം. ഇവിടെ ഡോമിലാണ്, ഇവിടെ കനാട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് നേരെ പോകുന്നത്. അപ്പോൾ ഇതേ നോക്കി, ഇതാണ് നമ്മുടെ സ്റ്റോറിൻ്റെ ഒരു സൈഡ്. അപ്പം നമ്മൾ സ്റ്റോറൊക്കെ അടച്ചു, നേരെ വിടുന്നത് കനാട്ടയിലേക്കാട്ടോ. അപ്പം ലേറ്റായി, തെറ്റി പിടിച്ച് പോകണം. അപ്പം നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ, നല്ലൊരു ദിവസമായിരുന്നു. കളിയുള്ള ദിവസം, അതായത് സാധാരണ പൊതുവെ രാത്രി ജിമ്മിലാണ് പോകാറ്. അപ്പം കളിയുള്ള ദിവസങ്ങളിൽ, ഫുട്ബോൾ കളിയുള്ള ദിവസങ്ങളിൽ പരമാവധി ഫുട്ബോൾ കളി കളിക്കാൻ പോകാൻ, അതാണ് എനിക്കിഷ്ടം. അതായത് ജിമ്മിൽ പോകുന്നതിനേക്കാളും രസമാണല്ലോ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ. 1 മണിക്കൂറുള്ളൂ, എനിക്ക് പൈസയും കൊടുക്കണം. ജിമ്മിൽ പോകാൻ 2 ആഴ്ചത്തേക്ക് $15 ഇപ്പോൾ ഇവിടെ കളിക്കാൻ വേണ്ടി 1 മണിക്കൂറത്തേക്ക് ചിലപ്പം $15 ആവും. പക്ഷെ എന്നാലും ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പൈസയും നോക്കാറില്ല. അപ്പോൾ ശരി, ഇനി അവിടെ ചെന്ന് എന്തെങ്കിലും കാണിക്കുകയും കൂടി ചെയ്യുമ്പോൾ എൻ്റെ ഈ വീഡിയോ ഒരുപാട് നീളുന്നുണ്ടെന്നറിയാം. എന്നാലും ഞാൻ പരമാവധി ചുരുക്കി കട്ട് ചെയ്ത് കാണിക്കത്തുള്ളായിരിക്കും. എന്തായാലും ഇത്ര നേരം കണ്ടതിൽ താങ്ക് യു. അപ്പം ഇനി അവിടെ ചെന്നിട്ട് ഞാൻ പറ്റുമെങ്കിൽ ഒന്ന് ഗ്രൗണ്ടൊക്കെ ഒന്ന് കാണിക്കാം. അത് കഴിഞ്ഞ് വീട്ടിലെത്തി നമ്മൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും. അപ്പം ഒരു നീണ്ട ദിവസമായിരിക്കും. നാളെ 2 മണിക്ക് പിന്നെയും പണിയുണ്ട്. അപ്പം നാളെ ടൈമുണ്ട്. എന്തായാലും 2 മണിക്കായതുകൊണ്ട് നല്ലപോലെ കിടന്നുറങ്ങാം. ഫുട്ബോൾ കളിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ടയർഡാവും. അപ്പം കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും. അപ്പോൾ ഗൈസ്, അത്രയൊക്കെ ഉള്ളൂ. ഇനി അവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാം കേട്ടോ. ശരി. അപ്പോൾ ഗൈസ്, അങ്ങനെ ഇന്നത്തെ ദിവസത്തെ അവസാനത്തെ സംഭവമായ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ കിടന്നുറങ്ങാനുള്ള പരിപാടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നീണ്ട 1.5 ദിവസം എൻ്റെ ഈ വീഡിയോ ഇതൊരു അവസാനം വരെ കണ്ട് ഇരുന്ന ആൾക്കാർ കുറവായിരിക്കും. എന്നാലും അവസാനം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് താങ്ക് യു. ഞാൻ ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ ഷോർട്ട് വീഡിയോകളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇനി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാണ്. അപ്പം എൻ്റെ 1.5 ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ എത്തിയിരിക്കുകയാണ്. മടുത്തു. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ഇറ്റ്സ് മീ donitojo സൈനിങ് ഔട്ട്. ബൈ.